വാക്കാണ് അള്ളാന്റെ വക്കീലാണ് അള്ളാഹു. വക്കീൽ എന്ന് പറഞ്ഞാൽ തവക്കുല് നമുക്കൊക്കെ അറിയാം. ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനായവനാണ് ആര്? അള്ളാഹു. എന്താണ് ഭരമേൽപ്പിക്കുക? നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ വിഷമിക്കുന്ന വിഷയമായിരിക്കും നമ്മുടെ മക്കളെ പറ്റിയിട്ട്. അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൃത്യമായ ഒരു ഗൈഡൻസ്, കൃത്യമായ ഒരു മാർഗം കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി നമ്മൾ ആരിലേക്ക് തവക്കുൽ ചെയ്യണം? അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യണം. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്. ഈ ആയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രമാണ്. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദുമായി ഏകദൈവ വിശ്വാസ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ വലിയ തീക്കുണ്ടാരത്തിലേക്ക് ഇടാൻ വേണ്ടി കൽപ്പിച്ച്, അങ്ങനെ അവിടെ തീക്കുണ്ടാരത്തിൽ കൊണ്ടുപോയ സമയത്ത് ഇബ്രാഹിം നബിനോട് മലായിക്കത്തുകൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിമെ എന്തെങ്കിലും സഹായം വേണോ? അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, എനിക്ക് ഭരമേൽപ്പിക്കാൻ അള്ളാഹു മതി. അള്ളാഹു മതി എന്ന് പറയാൻ തക്ക ഈമാൻ ആരിലുണ്ട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലുണ്ട്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ ഖലീലുല്ലാ എന്ന് അള്ളാഹു പറഞ്ഞത്. എല്ലാ അർത്ഥത്തിലുള്ള പരീക്ഷണങ്ങളിലും ആര് വിജയിച്ചിരുന്നു? ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചിരുന്നു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു എന്ത്? ഹസ്ബുനല്ലാ. അതേ ഹസ്ബുനല്ലാ പറയാൻ ആർക്ക് സാധിക്കണം? നമുക്കും സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ നമ്മുടെ ഈമാൻ ബലപ്പെടുത്തണം. സ്വഹാബികളെ ഒരുമിച്ച് കൂടുമ്പോൾ, നമ്മൾ സാധാരണ ഒരുമിച്ച് 3-4 ആളുകൾ ഒരുമിച്ച് കൂടിയെങ്കിൽ നമ്മൾ സംസാരിച്ച ദുനിയാവിന്റെ വിഷയങ്ങളായിരിക്കും. എന്നാൽ സഹാബികൾ ഒന്നിച്ചു കൂടിയിരിക്കുന്ന സമയത്ത് അവർ പറയും, വാ നമുക്കൊന്നിച്ചിരുന്ന് നമ്മുടെ ഈമാനിനെ ഒന്ന് പുതുക്കാമെന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നമ്മുടെ ഈമാനിനെ പുതുക്കാമെന്ന്. ആ ഒരു അർത്ഥത്തിൽ ഈമാനിനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഈമാനിനെ നമ്മളിങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അതെങ്ങനെയാണ്? സ്ഥിരം അള്ളാഹുവിനെ പറ്റി നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹിനെ പറ്റി ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ശാന്തി. കാരണം അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്, തീർച്ചയായും എന്നെ പറ്റിയുള്ള സ്മരണ നിന്റെ മനസ്സിനൊരു സമാധാനം. തത്മഇന്നുൽ ഖുലൂബ്. അപ്പൊ അത് എന്തിൽ കൂടിയേ നമുക്ക് പറ്റുള്ളൂ? മ്യൂസിക്കിൽ കൂടി നമുക്ക് പറ്റൂല. ദുനിയാവിന്റെ ഒരു കാര്യത്തിൽ കൂടി നമുക്ക് എന്ത് മനസ്സിന് സമാധാനം അടയാൻ പറ്റൂല. അതാകെ അടയാൻ പറ്റുക അലാ ബി ദിക്രില്ലാഹ്. അള്ളാഹു. അപ്പൊ അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്ർ എന്ന് പറയുമ്പോൾ അള്ളാഹിനെ പറ്റി നമ്മൾ അറിയാൻ ശ്രമിക്കണം. അള്ളാഹു ആരാണ്? അള്ളാഹു എന്താണ്? അള്ളാഹു എങ്ങനെയുള്ള ആളാ? നമ്മൾ ദുനിയാവിൽ